അവൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് ശിക്ഷ കിട്ടും. കിട്ടണം. ഏക മകൻ, അതും സിവിൽ സർവീസ് പരീക്ഷയിൽ 1ാം റാങ്കിൽ പാസ്സായവൻ കൊലക്കേസിൽ പ്രതിയായി അകത്തു പോയിരിക്കല്ലേ? പ്രതി കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ദിനേശ, അതിമോഹമാണ് അതിമോഹം. അതേതാടാ ആ അവതാരം? അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹമാണ്. 6 വർഷം സെൻട്രൽ ജയിലിലെ ഇരുട്ടിലേക്ക് നിസ്സാരമായി എന്നെ വലിച്ചെറിഞ്ഞ നിന്റെ തന്റെ നെഞ്ച് കീറി പൊളിച്ച് ചോര കുടിക്കുന്ന ഒരു സ്വപ്നം എനിക്കുണ്ടായിരുന്നു. പക്ഷെ കാലം അയാളെ ഈ മൺകുടത്തിലാക്കി എന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു. പുറംകാലുയർത്തി പൊളിച്ച് തെറിപ്പിക്കും ഞാനത്. പവിത്ര, ഇന്ദുചൂടൻ ഇന്നൊരു വ്യക്തിയല്ല. നീ കണ്ടോ? മണപ്പള്ളി മാധവൻ നമ്പ്യാരുടെ ചിതാഭസ്മം അവർ കടലിലോ കായലിലോ പുഴയിലോ കുളത്തിലോ എവിടെങ്കിലും കൊണ്ട് ഒഴുക്കട്ടെ. നീ എന്തിനാ തടയാൻ പോയെ? അത്രയെങ്കിലും ഞാൻ അയാളോട് ചെയ്യണ്ടേ? ചങ്കുറപ്പും ധൈര്യം നിങ്ങൾ കൂടുതലാണെന്ന് എനിക്കറിയാം. എന്താടാ ഇത്? നാണോ ഇല്ലേ രണ്ടിനും ഇങ്ങനെ കുട്ടിക്കളി കളി? അപ്പോൾ എന്റെ വിരൽ കടിച്ചു മുറിച്ചു. നിർത്തടാ. ഇയാൾക്ക് എന്നെ കെട്ടാൻ മുമ്പ് ചിന്തിച്ചില്ല. ചെറിയ മാമ എന്താ പേര്? അനുരാധ. അനുരാധ? ആ പേരിലൊരു സിനിമാ നടി ഉണ്ടായിരുന്നല്ലോ, നല്ല കറുത്തിട്ട്. ആ അമ്മയെ എനിക്ക് ഭയങ്കര ഇഷ്ടമേ അല്ലായിരുന്നു. അഭ്യാസം അതിന്റെ മുന്നിൽ ഇറക്കണ്ട. എന്റെ അനന്തരവള അവള്. പഴയ കണക്ക് വലവും തീർക്കാനുണ്ടെങ്കിൽ ആണുങ്ങളെ പോലെ നേരത്തെ നിന്നിട്ട് വേണം, അല്ലാതെ വീട്ടിലെ പെൺകുട്ടികളെ വലവീശി പിടിച്ചിട്ടില്ല. വല വീശി പിടിക്കാൻ നിന്റെ പെങ്ങൾ ആര്? ജലക്കന്നി. നിർത്താം. ഒരു സിറ്റിങ്ങിന് 2-3 ലക്ഷം വാങ്ങുന്ന സുപ്രീം കോടതി വക്കീലുണ്ട്, നന്ദഗോപാൽമാരാ. നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ടടിക്കുന്ന പ്രസ് ഉണ്ടല്ലോ, കമ്മട്ടം. അതെടുത്തോണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിരിക്കുന്ന തട്ട് താന് തന്നെ ഇരിക്കും. ഇത് ഹബീബ് പറഞ്ഞ പോലെ നരിയാണ്. അകത്തൊളിച്ചിരിക്കുന്ന അച്ഛനോട് പുറത്തിറങ്ങി വന്ന് ഇതിന്റെ സമാധാനം ഉണ്ടാക്കാൻ പറ. ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ കുട്ടിയെ കൊണ്ട് അകത്തേക്ക് കയറും. കുട്ടിയെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ചെലവിനും കൊടുക്കണം. അത് ജസ്റ്റിസ് അല്ല, ഏത് കൊമ്പുള്ളതാണ്. ആരുമില്ലാത്തവർക്ക് ഭഗവാൻ തുണയുണ്ടാവും ഏതെങ്കിലും ഒരു രൂപത്തിൽ. ഇന്ദുലേഖ എന്ന പെൺകുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത് നിങ്ങളാണ്. മാരാരി കേസിൽ അപ്പീർ ചെയ്യുകയും ചെയ്യും. മേനോൻ സാറിനെ പുല്ലുപോലെ ഇറക്കിക്കൊണ്ട് വരികയും എന്ന നരകത്തിൽ നിന്നും അച്ഛനെ പ്രാണനം ചെയ്യുന്നവൻ പുത്രൻ. അടിച്ചു പൊളിക്കട. എന്റെ പെങ്ങളെ കൊന്നത് ചങ്കുറപ്പും എല്ലുറപ്പും നിന്റെ അത്രയും മറ്റൊരുത്തനും വരില്ല. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ കൈയും നെഞ്ചും വിറയ്ക്കുന്നില്ലെങ്കിൽ നീ ട്രിഗർ ഒന്ന് വലിക്കടാ. തോറ്റത് ഞാനല്ലേ? നീ എന്നെ സർവാണി സദ്യ ഉണ്ണാൻ വിളിച്ചു. അപ്പൊ പോട്ടെ മോനെ ദിനേശ്. നോ ദിനേശ്.